അമ്മയെ കാണണം അല്ലെങ്കിൽ സോദരി കാണണമെന്ന് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ കട അടച്ചിട്ട് പോകാൻ മനസ്സിലായാലും വല്ലാത്ത ടെൻഷനാണ്. കാരണം ഒരു 100 തവണ ഇങ്ങോട്ട് വിളിക്കും ഒരു ദിവസം. രാത്രി ചില ദിവസങ്ങളിൽ മഴയുണ്ടെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ വീട്ടിൽ വിളിച്ച് പറയും, എന്നെ വിളിച്ച് പറയാം. അപ്പം ഞാൻ ഉറങ്ങി കിടക്കുന്ന ഞാനാ ചിലപ്പോൾ എണീറ്റ് വന്ന് കട നോക്കുന്നത് മനസ്സിലായില്ല, വെള്ളം കയറിയില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് പോകുന്നത്. അക്ഷരനഗരിയിലെ നിരത്തിലെ അക്ഷരലോകമാണിത്. കാലം തെറ്റിയെത്തുന്ന കാലവർഷം പലപ്പോഴും ഇവർക്കും വില്ലനായി മാറുന്നു. പ്രതീക്ഷിക്കാതെ നേരെ വെള്ളം ബുക്കിലിട്ടാൻ വേണ്ടത്. നമ്മളിതിനെ ഫ്രണ്ട് ഓടി നടന്ന് നമ്മൾ നന്നിട്ടാണ് ഇവിടെ അത് ക്ലിയർ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ വെള്ളം കെട്ടുന്നുണ്ട്. വെള്ളം നേരെ അകത്തോട്ടേക്ക് കയറുന്നത് അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ കസ്റ്റമറൊന്നും വരത്തില്ല. കാര്യം ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നുണ്ട് അതൊരു കയറാൻ പറ്റത്തില്ല. നഗരസഭ 1 രൂപ പോലും കൈപ്പറ്റാതെയാണ് കച്ചവടത്തിനായി അനുമതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ 2018 പ്രളയ സമയത്ത് ഈ ഒരു ഹൈറ്റ് വെച്ചാൽ പോലും ബുക്കുകൾ മനസ്സിലായില്ല. നമ്മുടെ മെഡിക്കൽ ബുക്സ്, എഞ്ചിനീയർ ബുക്സ് എത്രയോ കിലോ മനസ്സിലായില്ല, നമുക്ക് നഷ്ടമായി. റോഡിൽ മനസ്സിലായില്ല, ഒഴുകിയ നടന്ന ബുക്കുകൾ. ഒന്നാമതേ നമുക്കിവിടെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായില്ലേ. മുനിസിപ്പാലിറ്റിയുടെ ഒരു ഇതുള്ളതുകൊണ്ട്, അനുമതി ഉള്ളതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ മഴ പെയ്തൊഴിഞ്ഞാലും ദുരിതം ഒഴിയില്ല. ചെളി കലർന്നിട്ടുള്ള വെള്ളം കൂടുതൽ ഈ ഭാഗത്ത് മുഴുവൻ വെള്ളം ഫുള്ള് ഫില്ലായിരിക്കും. ഈ വെള്ളം അങ്ങനെ ഫുള്ള് ഫില്ലാകുമ്പോൾ ആരും പുസ്തകം മേടിക്കാനായിട്ടൊന്നും അങ്ങനെ വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ എലിയുടെ ബുദ്ധിമുട്ട്, മഴ വരുന്ന ടൈമിന് എലി ശല്യം ഭയങ്കര കൂടുതലാണ്. പുസ്തക വിൽപ്പന ഇവർക്ക് കച്ചവടം മാത്രമല്ല, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാവിധ പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ്. സ്കൂൾ കുട്ടികൾ മുതൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വരെയുള്ള പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇവിടുത്തെ ഓരോ അക്ഷരങ്ങളും നശിക്കുമ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ജീവിതങ്ങൾ കൂടിയാണ്. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.